കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഫേസ്ബുക്ക് പേജ് ഒരു 101K ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പേജ് പിന്നെ വിയറ്റ്നാം ആസ്ഥാനമാക്കിയുള്ള ഒരു ടീം ഹാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹാക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് കോളുകൾ നമ്മൾ ഓഫീസിലേക്ക് ബ്യൂറോയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് എന്ത് പറ്റി? അത് തിരിച്ചെടുക്കാനുള്ള പരമാവധി ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പാതയിലാണ് ഞങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ടെക്നിക്കൽ വിങ് അത് തിരിച്ചെടുക്കാനുള്ളൊരു പരിപാടി നോക്കുന്നുണ്ട്. ഫേസ്ബുക്കുമായിട്ട് ഞങ്ങൾ നിരന്തരം കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, മെയിൽ വഴിയും പിന്നെ ഫേസ്ബുക്കിൻ്റെ റിക്കവർ ഓപ്ഷൻ വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം അപ്പം ഞങ്ങളുടെ കയ്യിൽ കോഴിക്കോട് വിഷനും ഫേസ്ബുക്ക് പേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു വിയറ്റ്നാം ടീം ആ ഒരു ഭാഷയിലൊക്കെയാണ് അതിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരുന്നത്. ദയവായിട്ട് അത് നിങ്ങൾ പരമാവധി അത് ഇപ്പോൾ തൽക്കാലം അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ട് അടിക്കുക. ഞങ്ങൾ ആ പേജ് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. കോഴിക്കോട് വിഷൻ്റെ പേജ് നിങ്ങൾ പരമാവധി റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഓപ്ഷൻ. അതിനുശേഷം ഞങ്ങൾ റിക്കവറിൻ്റെ സാധ്യത കൂടും എന്നും ഞങ്ങളെ ടെക്നിക്കൽ വിങ് അറിയിച്ചിട്ടുണ്ട്. അതിൽ വരുന്നൊരു കാര്യം, ഞങ്ങളുമായിട്ട് കോഴിക്കോട് വിഷനും കേരള വിഷൻ്റെ വാർത്താ സ്ഥാപനമായ കോഴിക്കോട് വിഷനായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന വാർത്തകൾ തത്സമയം കാണുന്ന ആളുകൾ ഉണ്ട്. വീട്ടമ്മമാരും പിന്നെ വീട്ടിൽ അവധിയുള്ള ആളുകളൊക്കെ വീട്ടിൽ TV കാണുന്നുണ്ട്, കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ ടെലിവിഷൻ കാണുന്നുണ്ട്. എന്നതിനപ്പുറം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് യുവാക്കളടക്കമുള്ള ജോലിസ്ഥലത്തൊക്കെ നമ്മളെ വാർത്തകളും കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയാറുള്ളത്. അത് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു ബദൽ സംവിധാനം എന്ന രീതിയിൽ യൂട്യൂബിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഓൾറെഡി ചെയ്യുന്നതാണ്, പക്ഷേ ഇത്തവണ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ യൂട്യൂബ് അവിടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഒരു 10 വാർത്തയിൽ കൂടുതൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു വിഷയമാണത്. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ പല വാർത്തകളും സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റാത്തതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങളെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് പോയ വിവരം കൂടി അതിന് തിരിച്ചെടുക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഞങ്ങൾ തുടരുന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്നലെ അതൊരു ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിൻ്റെ ഒരു മീറ്റിംഗ്, അതിനുവേണ്ടി തന്നെ ഒരു മീറ്റിംഗ് ഞങ്ങളുടെ ഓഫീസിൽ നമ്മൾ സ്റ്റുഡിയോ നിൽക്കുന്ന CEO കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസും കൂടി ചേരുന്ന ഈ സമുച്ചയത്തിൽ വിളിച്ചിരുന്നു. അതിൽ ഞങ്ങൾ MD പങ്കെടുത്തു, അതിൻ്റെ ചെയർമാൻ പങ്കെടുത്തു, പിന്നെ വാർത്താ ചാനലിൻ്റെ ചുമതലയുള്ള ആളുകളൊക്കെ പങ്കെടുത്തിട്ട് അവർ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ ചെയ്യുന്ന ടെക്നിക്കൽ വിഭാഗം ചെയ്യുന്ന കാര്യത്തിൻ്റെ എത്രത്തോളം എത്തി എന്നുള്ള കാര്യങ്ങൾ റിവ്യൂ നടത്തിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ ഞങ്ങൾ പൂർവാധികം ശക്തിയിൽ കോഴിക്കോട് വിഷൻ എന്ന നിങ്ങൾ സ്നേഹിച്ച, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ആ പേജ് തിരികെ എത്തും എന്നൊരു പ്രത്യാശ കൂടി ഞങ്ങൾ അറിയിക്കുന്നു.